ബദർ യുദ്ധത്തിൽ പങ്കെടുത്തുള്ള സ്ഥാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാന്റെ റസൂല് മക്ക കീഴടക്കാൻ ഒരുങ്ങിയ സമയം, മക്കാം ഫത്തഹിന്റെ സമയം. തങ്ങളെ ആട്ടി ഓടിച്ചവരെയും ക്രൂശിച്ചവരെയും പുറത്താക്കിയവരുടെയും മണ്ണിലേക്ക് അള്ളാന്റെ റസൂല് രാജാവിനെ പോലെ എഴുന്നള്ളാൻ ഉദ്ദേശിച്ച സമയം. നീക്കങ്ങളൊക്കെ അതീവ രഹസ്യത്തിലായിരുന്നു. അള്ളാന്റെ റസൂലും കുറച്ച് സഹാബികളും മാത്രമേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഹാത്തിം റളിയല്ലാഹു അൻഹു ഈ വിവരം അറിയുകയാണ്. ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മക്കയിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ കാര്യം അറിഞ്ഞ് ഹാത്തിം റളിയല്ലാഹു അൻഹു ഒന്ന് ആശങ്കപ്പെട്ടു, തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. അങ്ങനെ ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയുടെ മുടിക്കെട്ടിൽ ഒരു കത്തൊളിപ്പിച്ചുകൊണ്ട് മക്കയിലേക്ക് ആ സ്ത്രീയെ അയച്ചു. ഈ വിവരം അറിഞ്ഞ അള്ളാന്റെ റസൂല് അലി റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു സഹാബിയെയും ആ സ്ത്രീയെ പിടികൂടാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ഹാത്തിം റളിയല്ലാഹു അൻഹുവിനെയും ആ വനിതയും അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ഹാജരാക്കി. ഉമർ റളിയല്ലാഹു അൻഹു സഭയിൽ നിന്ന് ദേഷ്യപ്പെട്ടു. റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ ചോദിച്ചു, അള്ളാന്റെ റസൂലെ, അങ്ങൊരു സമ്മതം തന്നു കഴിഞ്ഞാൽ മതി, ഇയാളെ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് വെട്ടിക്കൊന്നോളാന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂല് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഉമറെ, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ബദറിൽ പങ്കെടുത്തവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുൻകാല തെറ്റുകളും ചെയ്യാൻ പോകുന്ന തെറ്റുകളും എല്ലാം പൊരുത്തപ്പെട്ടിരിക്കുന്നു. അള്ളാഹ് പൊരുത്തപ്പെട്ട ഒരാളെ നമുക്ക് എങ്ങനെ ശിക്ഷിക്കാൻ പറ്റുക? അതായിരുന്നു ബദറിൽ പങ്കെടുത്തവരുടെ അള്ളാഹിന്റെ അടുക്കലുണ്ടായിരുന്ന സ്ഥാനം.